എല്ലാവർക്കും രുദ്രാർജ 2020 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം 2 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ല. കുറച്ച് പേരൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ വീഡിയോസ് ഇല്ലാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. വേറെ തിരക്കൊന്നും ആയിട്ടല്ല. 2 ദിവസമായിട്ട് മുമ്പേ ഇട്ടുന്ന 2 വീഡിയോസും വലിയ വ്യൂസ് ഒന്നും കിട്ടിയില്ല. അപ്പോഴത്തേക്ക് മാനസികമായിട്ടൊന്ന് ഡെസ്പായി. അങ്ങനെ പിന്നെ എന്നാൽ പിന്നെ 2 ദിവസം ഇടാതിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇടുന്നത്. അപ്പം വീണ്ടും ഫ്രണ്ട്സൊക്കെ ഓരോ വിഷയമൊക്കെ ഇട്ട് എന്നിട്ട് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഇത് ചെയ്യാനായിട്ട് വന്നത്. നമ്മുടെ എല്ലാ വീഡിയോസിലും എനിക്ക് തോന്നുന്നു 2025 തൊട്ട് 2025 തുടങ്ങിയ തൊട്ട് നമ്മുടെ ഒരു കേരളത്തിന്റെ പോക്കൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇന്ന് നമ്മൾ കേട്ട, അതായത് നമ്മൾ ഓരോ ദിവസവും കേരളം കണി കണ്ടുണരുന്ന നന്മ എന്നൊക്കെ പത്രത്തിൽ നമ്മൾ പറയുന്ന കണക്ക് ഓരോ ദിവസവും കേട്ട് ഉണരുന്നത് അതുപോലുള്ള വാർത്തകളാണ് അല്ലേ. ഇന്ന് വളരെയധികം ഞെട്ടിക്കുക എന്നല്ല നമ്മൾ പറയേണ്ടത്. നമ്മുടെ ഇപ്പോൾ ഒരു ഇന്ത്യ മഹാരാജ്യം എടുത്തു കഴിഞ്ഞാൽ അതിലൊരു കേരളം എന്നൊരു സംസ്കാര സമ്പന്നമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്, എത്ര മനോഹരമായ നാട്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ഒരു സംസ്ഥാനം ഇന്ന് വളരെയധികം അപമാനകരമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണുന്ന വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് 14കാരനോടൊപ്പം 35കാരി ഒളിച്ചോടി, അല്ലെങ്കിൽ 35കാരി 14കാരനോടൊപ്പം ഒളിച്ചോടി. ആ ഒരു വാർത്ത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്കൊരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. തിരിച്ചാണെങ്കിൽ പോലും പിന്നെയും നമ്മളൊന്ന് ചിന്തിക്കൂലേ, പെൺകുട്ടിക്ക് അത്രയും പക്വതയില്ലായ്മ. ഇത് 35 വയസ്സുള്ള സ്ത്രീ, അത് തൻ്റെ മകൻ്റെ സുഹൃത്ത്, 11 വയസ്സുള്ള തൻ്റെ മകൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ ചേട്ടനോടൊപ്പം ഒളിച്ചോടിയിരിക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ ഈ നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കേ. ഒട്ടും വിശ്വസനീയവുമല്ല, നമുക്ക് ഒട്ടും ഈ ഒരു വാർത്ത കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമല്ല. എന്തായാലും ഈ ഒരു വാർത്തയെ പറ്റി ശ്രീകണ്ഠൻ നായർ ഒരു ന്യൂസ് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഇതൊന്ന് കണ്ടിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പറയാം. അതിലും കുറച്ച് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. ഈ വാർത്തയെ ഒരുപാട് പൊതിഞ്ഞു പിടിക്കുന്നുണ്ട് ആളുകൾ. അതെന്താണെന്നും അറിയില്ല. അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എന്താണ് ഇത് ഇത്രയും പുറത്തു വിടാത്ത? എന്താണ്? പാലക്കാട് ആലത്തൂരുള്ള സ്ത്രീയാണെന്ന് മാത്രം പറയുന്നു. സ്ത്രീയുടെ പേരോ മറ്റു വിവരങ്ങളോ പറയുന്നില്ല. അതുപോലെ സ്ത്രീയുടെ ഫോട്ടോ കാണിക്കുന്നില്ല. അതിനൊക്കെ എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള അജണ്ടേഴ്സ് ഉണ്ടോ അറിയില്ല. എന്തായാലും നമുക്ക് ആ വാർത്ത ഒന്ന് കണ്ടിട്ട് വരാം. അത് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ആദ്യം ഈ വാർത്ത വിട്ടതായിരുന്നു. അപ്പോൾ ശ്രീകണ്ഠൻ നായർ പറയാം, നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ഒരുപക്ഷെ ഈ വാർത്തയെക്കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. ഇത് വളരെ കേരളത്തിൽ വളരെ ഒറ്റപ്പെട്ട ഒരു സംഭവമാണ്. പക്ഷേ ഈ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഈ വാർത്തയാണ് സംപ്രേഷണം ചെയ്യുന്നത്. ഇത് കേരളത്തിലെ സ്ഥിരം കലാപരിപാടി അല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. പാലക്കാട് പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയെ യുവതി തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായിരിക്കുന്നു. ഇതിൻ്റെ പേരിൽ പോലീസ് പോക്സോ കേസെടുക്കുമെന്നറിയുന്നു. 14കാരനെയും കൊണ്ട് യുവതി പോയത് കൊച്ചിയിലെ ഒരു താമസസ്ഥലത്തേക്കെന്നും പോലീസ് കണ്ടുപിടിച്ചു. ആലത്തൂർ പോലീസാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം പാലക്കാട് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോടാണ് ഈ അതിക്രമം ഇവർ ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വളരെ കുറച്ച് നിയന്ത്രിച്ച് വിശദാംശങ്ങൾ നൽകിയാൽ മതി. SKN ഉറപ്പാണ്. ഇത് ഒരു കാരണവശാലും കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒരു ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ്. 14 വയസ്സുകാരനാണ് ഈ കുട്ടിയുടെ, ഈ 35കാരിയുടെ ഒരു മകനുണ്ട്. ആ മകൻ 11 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ മകൻ്റെ കൂട്ടുകാരൻ്റെ ജ്യേഷ്ഠനാണ് ഇത്തരത്തിൽ കൂട്ടിക്കൊണ്ടുപോയത് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. പോലീസിൽ വീട്ടുകാർ, ഈ 14കാരൻ്റെ വീട്ടുകാർ ഉടൻ തന്നെ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ 35കാരിയെ സംശയമുണ്ട് എന്ന തരത്തിൽ പറയുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് ഫോൺ കോൾ രേഖകളടക്കം പരിശോധിച്ചു, മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചു. അപ്പോൾ എറണാകുളത്തേക്കാണ് പോയിരിക്കുന്നതെന്ന് മനസ്സിലായി. എറണാകുളത്ത് ഒരു കോൾ സെൻ്ററിലെ ജീവനക്കാരിയാണ്. എന്തായാലും ദൂരേക്കൊന്നും പോകാൻ ഒരു കാരണവശാലും സമ്മതിച്ചില്ല. അപ്പോൾ തന്നെ കൊച്ചി സിറ്റി പോലീസുമായി ബന്ധപ്പെടുകയായിരുന്നു. കൊച്ചി സിറ്റി പോലീസ് ഇവരെ വഴിയിൽ തന്നെ തടഞ്ഞു നിർത്തി കസ്റ്റഡിയിലെടുത്തു. ഉടൻ തന്നെ ആലത്തൂർ പോലീസ് സ്ഥലത്തെത്തി യുവതിയെയും അതുപോലെ തന്നെ ഈ 14കാരനെയും കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പോലീസ് മറ്റു വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടില്ല. അത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 14കാരനെ എന്തായാലും ഇപ്പോൾ കൂടുതൽ കൗൺസിലിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ്, ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. ഈ ശ്രീകണ്ഠനാഥ വാർത്ത അവതരണം കണ്ടിട്ട് എന്തെങ്കിലും ഒരു പന്തികേട് തോന്നിയോ? സാധാരണ ഇദ്ദേഹം ഇങ്ങനെയാണോ? എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയാൽ അതിനെ എത്രമാത്രം നല്ല രീതിയിൽ അത്രമാത്രം വിശദീകരിക്കുന്ന വ്യക്തി ഈ ഒരു വാർത്തയെ ഒരു തരത്തിലും
എക്സ്പോസ് ചെയ്യാതെ പൊതിഞ്ഞു പിടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? കാരണം ഇതത്ര ഇതല്ല, എന്താ കേരളക്കരയ്ക്ക് അപമാനമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ റിപ്പോർട്ടർ എടുത്ത് പറയുമ്പോഴും പറയുന്നുണ്ട് സൈഡിൽ കൂടെ അങ്ങ് പറഞ്ഞു പോയാൽ മതി, ഇതിനെ വിശദീകരിക്കേണ്ടെന്നൊക്കെ. അതിൻ്റെ ആവശ്യകതയുണ്ടോ? അത്രമാത്രം ഒരു കെയറിങ് അവർ അർഹതയുണ്ടോ അവർക്ക്? കാര്യം അവർ അത്ര നല്ലൊരു പ്രവൃത്തിയാണോ ചെയ്തത്? എനിക്കറിയില്ല. എന്തായാലും അവരെക്കുറിച്ച് അവരുടെ ഒരു ഫോട്ടോസ് നമുക്ക് പുറത്ത് വരുന്നു. ഫോട്ടോസ് അല്ല, ബ്ലർ ചെയ്താണ് അവരുടെ ഫോട്ടോസ് വരുന്നത്. നമുക്കതും കൂടെ നോക്കാം. മറ്റേ ഒരു കൊച്ചു കുട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു നമുക്ക് പറയാമായിരുന്നു. ഇവരെന്തിനാണ് ഈ ഒരു ദയ അർഹിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് അവരുടെ ആ ഒരു ബ്ലർ ചെയ്ത പിക്ചറും കൂടെ നമുക്ക് കണ്ടിട്ട് വരാം. അതായത് പോലീസുകാർ കൂടെ നിൽക്കുന്നുണ്ട്, അവരുടെ മുഖം കാണിക്കുന്നുണ്ട്, ഇവരുടെ മുഖം കാണിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. കുനിശ്ശേരി കുതിരപ്പാറ സ്വദേശിയായ 35-കാരിയാണ് 14-കാരനൊപ്പം നാടുവിട്ടത്. ഇവരുടെ 11 വയസ്സുള്ള മകന്റെ കൂട്ടുകാരനാണ് 14-കാരൻ. സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്താഞ്ഞതിനെ തുടർന്ന് വിദ്യാർത്ഥിയുടെ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടമ്മയോടൊപ്പം ഉള്ളതായി വിവരം ലഭിച്ചത്. ആലത്തൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് എറണാകുളത്ത് വെച്ചാണ് വീട്ടമ്മയെയും കുട്ടിയെയും കണ്ടെത്തിയത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് വീട്ടുകാരുടെ പരാതിയിൽ യുവതിക്കെതിരെ കേസെടുത്തു. ഇവരെ എറണാകുളത്തു നിന്നാണ് പിടിക്കപ്പെട്ടത്. ഈ എറണാകുളത്ത് നിന്ന് ഇവരെ പിടിക്കപ്പെട്ടപ്പോൾ ഇവര് പോലീസിനും മാധ്യമങ്ങൾക്കും അതായത് കൊടുത്ത ഒരു മൊഴി എന്ന് പറയുന്നത് കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമാണ് തന്നോടൊപ്പം വന്നത്. കുട്ടിയുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ പേരിൽ കുട്ടി മാനസിക സംഘർഷങ്ങൾ ഏറ്റു. അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടി തന്നോടൊപ്പം വന്നത്, അല്ലാതെ താൻ തട്ടിക്കൊണ്ടുപോയതല്ല, തനിക്ക് മറ്റേ ഉദ്ദേശങ്ങളൊന്നും ഇല്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നമുക്ക് എന്തായാലും ആ വാർത്താ ക്ലിപ്പിംഗ് കൂടെ കണ്ടിട്ട് വരാം. ക്കെതിരെ പോക്സോ ചുമത്തിയിട്ടുണ്ട്, യുവതിയെ റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. പ്രിയ ഇളവള്ളി മഠം ചേരുന്നു നമുക്കൊപ്പം. പ്രിയ, ഈ സ്ത്രീ എന്താണ്, യുവതി എന്താണ് പോലീസിനോട് പറയുന്നത് ഈ സംഭവത്തെക്കുറിച്ച് ആകെ? ഇന്നലെ സ്കൂളിൽ പോയ കുട്ടി സമയമായിട്ടും തിരികെ എത്തിയില്ല. ഇതോടുകൂടിയാണ് വീട്ടുകാരൊക്കെ പരിഭ്രാന്തരായത്. ചെറിയ തരത്തിലുള്ള അന്വേഷണം നടത്തി, പക്ഷേ കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായില്ല. പിന്നീടാണ് പോലീസിൽ പരാതി നൽകിയത്. പോലീസ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ കുട്ടി മറ്റൊരാൾക്കൊപ്പം എറണാകുളത്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എറണാകുളത്ത് ഈ യുവതിക്കൊപ്പം കുട്ടി വണ്ടി ഇറങ്ങിയതും പോലീസ് അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഇവരെ ആലത്തൂരിലേക്ക് എത്തിച്ചു. വിശദമായ ചോദ്യം ചെയ്തപ്പോൾ യുവതി മൊഴിയായി നൽകിയത് കുട്ടിയെ താൻ നിർബന്ധിച്ചോ പേടിപ്പിച്ചോ കൊണ്ടുപോയതല്ല, കുട്ടി തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് തനിക്കൊപ്പം വന്നത്, തൻ്റെ മകൻ്റെ സുഹൃത്താണ്, ആ നിലയിൽ നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു, കുട്ടിക്ക് വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇതൊക്കെ തന്നോട് പറയാറുണ്ടായിരുന്നു, ഇതിൻ്റെ കൂടി ഒരു അടുപ്പം തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് എറണാകുളത്തേക്ക് പോയതെന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും യുവതിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. കാരണം രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ അറിവില്ലാതെ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയി എന്നതിൻ്റെ പേരിലാണ് പോക്സോ നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത്. ആലത്തൂർ പോലീസ് യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് കോടതിയിൽ ഹാജരാക്കി, കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവം പരിസരത്ത് വലിയ തരത്തിലുള്ള ചർച്ചയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ്. കാരണം 14-കാരൻ 35-കാരിക്കൊപ്പം നാട് വിട്ടു പോയതാണ് പ്രധാന പ്രശ്നം. കാരണം കുട്ടിക്ക് വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും ഈ കുട്ടിയുടെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അറിയില്ല. എന്തായാലും കുട്ടിയെ തിരിച്ചു കിട്ടി എന്നതിൻ്റെ ആശ്വാസത്തിൽ തന്നെയാണ് വീട്ടുകാർ ഇപ്പോൾ ഉള്ളത്. അബ്ജോദ്. ശരി പ്രിയ. നിങ്ങൾ കണ്ടല്ലോ വാർത്തകളിൽ ഫുള്ളും ഇവരെ പ്രതികൂലിച്ചാണ് പറയുന്നത്. പക്ഷേ അവരനുകൂലമായിട്ട് അവരുടെ സത്യാവസ്ഥ സ്ഥാപിക്കാനായിട്ട് നോക്കുന്നുണ്ട്. കേരളക്കരയ്ക്ക് തന്നെ വളരെയധികം അപമാനകരമായ വാർത്ത തന്നെയാണ് കേട്ടോ ഇത്. നമ്മുടെ ആൺകുട്ടികളായാലും തൻ്റെ അമ്മയെപ്പോലെയാണ് സുഹൃത്തുക്കളുടെ അമ്മമാരെ കാണുന്നത്, അതുപോലെ തന്നെ സഹോദരങ്ങളെ കാണുന്നതെല്ലാം സ്വന്തം. ഈ സൗഹൃദം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബോണ്ടിങ് ആണ്. അപ്പോൾ അങ്ങനെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തിരിച്ചാണ്. നമ്മുടെ മുമ്പിലുള്ള എല്ലാ മക്കളും, ഇപ്പം എനിക്കും പെൺകുട്ടികളാണ് അറിയാൻ, നിങ്ങൾക്ക് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോളുടെ കൂടെ ഒരു കുട്ടി നിന്നാൽ എനിക്ക് അവളെ പോലെ തന്നെയാണ് മറ്റേ കുട്ടി. അതുപോലെയാണ് ഏതൊരു അമ്മയ്ക്കും തൻ്റെ മക്കളോടൊപ്പം നിൽക്കുന്ന കുട്ടികളെല്ലാം ഒരേപോലെയായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ തൻ്റെ മോൻ്റെ കൂട്ടുകാരൻ്റെ ജ്യേഷ്ഠൻ ആയ കുട്ടിയെ സ്വന്തം കുട്ടിയായി കണക്കാക്കാതെ തട്ടിക്കൊണ്ടുപോയി മറ്റുദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ ഇവരെത്രമാത്രം മോശമായ സ്ത്രീയാണെന്ന് ആലോചിച്ച് നോക്കാം. 35 വയസ്സുള്ള സ്ത്രീയാണ് അവർ. ഇവരെ കുറിച്ചുള്ള പേര് വിവരങ്ങളെല്ലാം പുറത്തു വിടണം. കാര്യം ബാക്കിയുള്ള കുട്ടികളൊന്നും സുരക്ഷിതരല്ല. ഇവരൊക്കെ ഏത് വിധത്തിൽ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക്
വളച്ചൊടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നവരായിരിക്കും. കുഞ്ഞു കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ അവർക്ക് ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുക്കുക, അതൊക്കെ അവരതിൽ വീണ് പോകും. അതിന് എത്ര ഇതാന്ന് പറഞ്ഞാലും അവരതിലങ്ങ് വീണു. അതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. ഇവരൊക്കെ അതാണ് മുതലെടുക്കുന്നത്. അപ്പം ഇന്നത്തെ കാലഘട്ടം എത്രമാത്രം വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ഒരു മൊബൈൽ ഫോണ്, അതുപോലെ ലഹരികളുടെ ഉപയോഗം, മാതാപിതാക്കളുടെ ബിസി, ഇതെല്ലാം ഇതിനൊരു കാരണമാണ്. അച്ഛനും അമ്മയും ബിസിയാണ്, മക്കളുടെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അവർക്ക് സ്നേഹം കിട്ടുന്നിടത്തേക്ക് അവർ ചായും. അത് ഏത് രീതിയിലാണെന്നോ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നതെന്ന് അവർ ചിന്തിക്കുന്നേ ഇല്ല. അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഈ വീഡിയോ എടുത്ത് ചെയ്യണമെന്നോ ഇതിന് റിയാക്ഷൻ ചെയ്യണമെന്നൊന്നും ഇല്ലായിരുന്നു. ഞാനതിനെ വിട്ട് കളഞ്ഞാണ്. പക്ഷേ എന്നാലും വീണ്ടും ഒരു ഇനിയും ഉള്ള കുഞ്ഞുങ്ങളൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി പെടരുത്. ഇത് കണ്ടിട്ടെങ്കിലും ബാക്കിയുള്ള സ്ത്രീകൾക്ക്, ഇങ്ങനൊരു ചിന്തയുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഒരു വീണ്ടും വിചാരം വരട്ടെ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ. തങ്ങളുടെ മക്കളെ തങ്ങൾ തന്നെ സംരക്ഷിക്കുക, സൂക്ഷിക്കുക. അവർക്കുള്ള പ്രയാസങ്ങളൊക്കെ തിരിച്ചറിയുക. ഇത് ആണായാലും പെണ്ണായാലും ശരി, അവരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് നല്ലതായിട്ടുള്ളൊരു ഗൈഡൻസ് കൊടുക്കുക. സ്നേഹപൂർവ്വം അവരോട് പെരുമാറാൻ ശ്രമിക്കുക മാക്സിമം. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ മറ്റുള്ളവർക്ക് വഴിതെറ്റി പോകില്ല. അത് 100% ഉറപ്പാണ്. അല്ലാതെ നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റായി ബിസിയാണ്, അവരെ ശ്രദ്ധിക്കാൻ ടൈമില്ല, ആരെങ്കിലും ഏൽപ്പിച്ചാൽ നിങ്ങൾ നോക്കുക, അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ വഴിതെറ്റുന്നതിന് ഒരു തെറ്റുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു വീഡിയോസെ കുറിച്ച് കൂടുതൽ പരാമർശിക്കുന്നത് തന്നെ മോശമാണ്. എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇവരുടെ മറ്റ് വിവരങ്ങളെല്ലാം പുറത്തു വിടണം. എന്നാൽ മാത്രമേ ഇവരെ പോലുള്ള പുതിയ ആളുകൾ ഉണ്ടാകാതിരിക്കുകയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.